നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ ലക്ഷ്മീസ് പ്രേയേഴ്സ്. ചോറ്റാനിക്കരയ്ക്കടുത്തുള്ള കണ്ടാരപ്പള്ളി ഇല്ലത്തെ കാരണവരായിരുന്നു ഗുപ്തൻ നമ്പൂതിരി. വേദപണ്ഡിതനും മഹാമാന്ത്രികനായിരുന്നുവെങ്കിലും അദ്ദേഹം കടുത്ത സ്ത്രീലമ്പടനായിരുന്നു. അദ്ദേഹത്തിന് നാടകവും കഥകളിയും ഒക്കെ വളരെ ഇഷ്ടമായിരുന്നു. ഒരിക്കലൊരു വൈകുന്നേരം നമ്പൂതിരി അടുത്തുള്ള തൃപ്പൂണിത്തുറയിൽ കഥകളി കാണാൻ പോവുകയായിരുന്നു. ഇന്നത്തെ പോലെ അന്ന് റോഡുകളൊന്നും ഉണ്ടായിരുന്നില്ല. അത്യന്തം ദുർഘടം പിടിച്ച വഴികളിലൂടെയാണ് പോകേണ്ടിയിരുന്നത്. വനത്തിലൂടെയൊക്കെ ഉള്ള വളരെ വളഞ്ഞ വഴികളിലൂടെയൊക്കെയാണ് ആളുകൾ അന്ന് സഞ്ചരിച്ചിരുന്നത്. ചൂട്ട്, ചങ്ങല വിളക്കുകൾ ഒക്കെയാണ് രാത്രി യാത്രകളിൽ വെളിച്ചത്തിനായി അവർ ഉപയോഗിച്ചിരുന്നത്. കഥകളി കാണാനുള്ള അതിയായ മോഹം കൊണ്ട് നമ്പൂതിരി ചൂട്ട് കത്തിച്ച് യാത്ര പുറപ്പെടുകയാണ്. പോകുന്ന വഴി തൻ്റെ ഗുരുനാഥനായ കേശാപ്പള്ളി നമ്പൂതിരിപ്പാടിനെ കണ്ട് ദേവി മാഹാത്മ്യം കൊടുക്കാനും ഉണ്ടായിരുന്നു. അന്ന് ഒരു പൗർണമി ദിവസമായിരുന്നു. നിലാവിൻ്റെ വെളിച്ചം ഉള്ളതിനാൽ വനത്തിലൂടെ നടക്കാൻ വലിയ ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. നടന്ന് ക്ഷീണിച്ച നമ്പൂതിരിക്ക് ഒന്ന് മുറുക്കണമെന്ന് തോന്നി. അദ്ദേഹം അടുത്ത് കണ്ട പാലമര ചുവട്ടിലിരുന്ന് വെറ്റിലെ മുറുക്കാൻ തീരുമാനിച്ചു. പെട്ടെന്ന് എവിടെ നിന്നോ പാലപ്പൂവിൻ്റെ ഗന്ധം ഒഴുകി വരാൻ തുടങ്ങി. തൊട്ടു പിന്നാലെ അതീവ സുന്ദരിയായ ഒരു സ്ത്രീ തൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്നതായി ഗുപ്തൻ നമ്പൂതിരിക്ക് തോന്നുകയും ചെയ്തു. മുമ്പിൽ വന്ന സ്ത്രീ താൻ വെന്തലക്കോട്ട് വാര്യത്തെ കാമാക്ഷി വാരസ്യാരാണെന്ന് സ്വയം പരിചയപ്പെടുത്തി. പിന്നെ ഇരുവരും ഒന്നിച്ച് പല വർത്തമാനങ്ങളും പറഞ്ഞ് ഒരുപാട് ദൂരം സഞ്ചരിച്ചു. അങ്ങനെ ഗുപ്തൻ നമ്പൂതിരിയും കാമാക്ഷി വാരസ്യാരും നടന്ന് കേശാപ്പള്ളി മനയുടെ മുമ്പിലെത്തി. മഹാമാന്ത്രികനായ കേശാപ്പള്ളി നമ്പൂതിരി തൻ്റെ ശിഷ്യന്റെ വരവും കാത്ത് പൂമുഖത്ത് തന്നെ ഉണ്ടായിരുന്നു. ഗുപ്തൻ നമ്പൂതിരി ഉടൻ തന്നെ അകത്തേക്ക് പോയി ഗുരുനാഥനെ വണങ്ങി കൈവശമുണ്ടായിരുന്ന ദേവീ മഹാത്മ്യം അദ്ദേഹത്തിന് സമ്മാനിച്ചു. ഗ്രന്ഥം കൊടുത്തതിന് പിന്നാലെ കേശാപ്പള്ളി നമ്പൂതിരി ശിഷ്യനോടൊരു കാര്യം പറയുകയുണ്ടായി. വാരസ്യാരുടെ വേഷത്തിൽ കൂടെ കൂടിയിരിക്കുന്നത് ഒരു യക്ഷിയാണ്. ദേവി മഹാത്മ്യ ഗ്രന്ഥം കൈവശമുണ്ടായിരുന്നത് കൊണ്ടാണ് ഇത്രയും നേരം യക്ഷിയുടെ ഉപദ്രവം ഇല്ലാതിരുന്നത്. തുടർന്ന് പുറത്തു വന്ന് നോക്കിയ ഗുപ്തൻ നമ്പൂതിരിക്ക് യക്ഷിയുടെ ഉഗ്രരൂപം കാണാനായി സാധിച്ചു. ഭീകരമായ ആ രൂപം കണ്ട് ഭയപ്പെട്ട അദ്ദേഹം തൻ്റെ ഗുരുവിൻ്റെ കാലിൽ വീണ് കരയാൻ തുടങ്ങി. കേശാപ്പള്ളി നമ്പൂതിരി തൻ്റെ കൈവശമുണ്ടായിരുന്ന 12 മാന്ത്രിക കല്ലുകൾ ശിഷ്യന് സമ്മാനിച്ച ശേഷം ഇങ്ങനെ പറഞ്ഞു: ഇനി സാക്ഷാൽ ചോറ്റാനിക്കര അമ്മയ്ക്ക് മാത്രമേ നിന്നെ രക്ഷിക്കാനാകൂ. നേരെ ചോറ്റാനിക്കര അമ്പലത്തിലേക്ക് പുറപ്പെട്ടോളൂ. ഇന്നിനി കഥകളി കാണാനൊന്നും പോകണ്ട. അതിന് ശ്രമിച്ചാൽ യക്ഷി നിന്നെ കൊല്ലുമെന്നും അദ്ദേഹം പറഞ്ഞു. യക്ഷി അടുത്ത് വരികയാണെങ്കിൽ ഇതിൽ ഓരോ കല്ലുകൾ എടുത്ത് പുറകിലോട്ട് എറിഞ്ഞാൽ മതി. യക്ഷി അടുക്കില്ല എന്നും നമ്പൂതിരി ഓർമ്മിപ്പിച്ചു. തുടർന്ന് ഗുപ്തൻ നമ്പൂതിരി ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് ഓടാൻ തുടങ്ങി. പിന്നാലെ യക്ഷിയും ഓടി. ചോറ്റാനിക്കര എത്തും മുമ്പ് തന്നെ നമ്പൂതിരിയുടെ കയ്യിലുണ്ടായിരുന്ന 12 മാന്ത്രിക കല്ലുകളും തീർന്നു. യക്ഷി തന്നെ വധിക്കുമെന്ന് തോന്നിയ ഗുപ്തൻ നമ്പൂതിരി ഉടൻ തന്നെ വഴിയിൽ കണ്ട ഒരു ഇല്ലത്ത് കയറി. അത് മറ്റൊരു മാന്ത്രികനായ പള്ളിപ്പുറത്ത് നമ്പൂതിരിയുടെ ഇല്ലമായിരുന്നു. കാര്യങ്ങളൊക്കെ അറിഞ്ഞ പള്ളിപ്പുറം തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വിഴുപ്പ് തോർത്ത് ഗുപ്തന് നൽകുന്നു. യക്ഷി അടുത്തെത്തിയാൽ വിഴുപ്പ് തോർത്ത് അവളുടെ നേർക്ക് വീശുക. ഇല്ലത്തിന് വെളിയിലിറങ്ങിയ ഗുപ്തൻ നമ്പൂതിരി സർവ്വശക്തിയുമെടുത്ത് ഓടാൻ തുടങ്ങി. അധികം കഴിയും മുമ്പ് തന്നെ ഗുപ്തൻ നമ്പൂതിരി ചോറ്റാനിക്കര ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിലെത്തി. അപ്പോൾ സമയം 7:30 വെളുപ്പ് കഴിഞ്ഞിരുന്നതിനാൽ ക്ഷേത്ര നട തുറന്നിരുന്നു. നിർമ്മാല്യവും അഭിഷേകവും മലർനിവേദ്യവും കഴിഞ്ഞ സമയമായിരുന്നു അത്. കൈവശമുണ്ടായിരുന്ന വിഴുപ്പ് തോർത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് കടങ്ങാൻ നോക്കിയ ഗുപ്തൻ നമ്പൂതിരിയെ യക്ഷി കാലിൽ പിടിച്ച് വലിക്കാൻ തുടങ്ങി. ഗുപ്തൻ ചോറ്റാനിക്കര അമ്മയെ ഉറക്കെ വിളിച്ച് കരയാൻ തുടങ്ങി. അപ്പോൾ ശ്രീലകത്ത് നിന്നും മണിശബ്ദം കേൾക്കാൻ തുടങ്ങി. ചോറ്റാനിക്കര അമ്മ ഭദ്രകാളി രൂപത്തിൽ ഇറങ്ങി വന്ന് തൻ്റെ പള്ളിവാളെടുത്ത് യക്ഷിയുടെ തല വെട്ടി. വെട്ടിയ തല തെക്ക് ഭാഗത്തെ കുളത്തിലേക്ക് എറിഞ്ഞു. ആ കുളത്തിലെ ജലം രക്തം കൊണ്ട് ചുവന്ന വർണ്ണമായി. ആ കുളം ഇന്നും രക്തക്കുളം ഇന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. ദേവിയുടെ ഉടയാടയിൽ ചോരപ്പാടുകൾ കണ്ട അന്നത്തെ മേൽശാന്തി
അയനിക്കാട്ട് നരസിംഹൻ നമ്പൂതിരി ദേവിയുടെ ഉടയാട മാറ്റി വീണ്ടും അഭിഷേകം നടത്തി എന്നാണ് ഐതിഹ്യം. ഇതിൻ്റെ സ്മരണയ്ക്കായി ഇന്നും ചോറ്റാനിക്കരയിൽ രാവിലെ അഭിഷേകവും നിവേദ്യവും കഴിഞ്ഞ് വീണ്ടും അഭിഷേകം നടത്തുന്നു. ദേവി യക്ഷിയെ നിഗ്രഹിച്ചതിനാൽ യക്ഷിക്ക് മോക്ഷം കിട്ടുകയുണ്ടായി. യക്ഷിയെ അടുത്തുള്ള കണയന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ കുടിയിരുത്തുകയും ചെയ്തു. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.